ഹായ്, നമുക്കറിയാം നമ്മൾ മഴക്കാലത്തൊക്കെ ഒന്ന് തുണി ഉണങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി കഷ്ടപ്പെടാറുണ്ട് അല്ലേ. നമ്മൾ മഴയുള്ള ചൂടോടെ തുണിയെല്ലാം ഉണങ്ങി കിട്ടാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ക്ലോത്ത് ഡ്രയറാണ്. അതാണ് IFBയുടെ ടർബോ ഡ്രൈ ക്ലോത്ത് ഡ്രയർ. അപ്പോൾ അതാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇതാണ് IFBയുടെ ടർബോ ഡ്രൈ എന്ന് പറയുന്ന ക്ലോത്ത് ഡ്രയർ മോഡൽ. അപ്പോൾ ഇത് 4 വർഷത്തെ സൂപ്പർ വാറണ്ടി, അതുപോലെ തന്നെ 10 ഇയർ സ്പെയർ സർവീസാണ് ഇതിൻ്റെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇത് ഏത് തരം തുണികൾക്കാണ് യൂസ് ചെയ്യുന്നത്, എത്ര മിനിറ്റൊക്കെ യൂസ് ചെയ്യണമെന്ന് അവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കബോർഡ് ഡ്രൈ എന്ന് പറഞ്ഞാൽ കബോർഡിൽ വെക്കാൻ പറ്റുന്ന പാകത്തിലും, അയൺ ഡ്രൈ എന്ന് പറഞ്ഞാൽ തേച്ചെടുക്കുന്ന വെക്കാൻ പറ്റുന്ന പാകത്തിലും. ഇനി നമ്മൾ വാഷിംഗ് മെഷീനിൽ നിന്ന് അലക്കിയ തുണികൾ ഓരോന്നായിട്ടെടുത്ത് കുടഞ്ഞിട്ട് ഡ്രയറിലോട്ട് ഇടുക. അങ്ങനെ എല്ലാ തുണികളും എടുത്ത് ഡ്രയറിലോട്ട് ഇടുക. അതിനുശേഷം നമ്മൾ ഇപ്പം വെക്കാൻ പോകുന്നത് 90 മിനിറ്റത്തേക്കാണ് നമ്മളിത് വെക്കാൻ പോകുന്നത്. വാഷിംഗ് മെഷീനിൽ നിന്ന് നേരിട്ടെടുത്ത തുണി ആയതുകൊണ്ട്, അതായത് അലക്കിയിട്ട് നേരിട്ടെടുത്ത തുണി ആയതുകൊണ്ട് നമ്മൾ 90 മിനിറ്റ് ടൈമിലാണ് വെക്കാൻ പോകുന്നത്, ആ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ പ്രകാരം. ഇത് നമ്മൾ 7.5 കിലോ വാഷിംഗ് മെഷീനിൽ അലക്കിയ തുണികളാണ്. അത് നമ്മളിപ്പോൾ 5.5 കിലോ ഡ്രയറിലോട്ടാണ് ഇടുന്നത്. നമുക്കൊരു സംശയം തോന്നാം, 7.5 കിലോ വാഷിംഗ് മെഷീനിലുള്ള തുണികൾ 5.5 കിലോ ഡ്രയറിലോട്ട് ഇടുമ്പോൾ കൊള്ളുമോയെന്ന്. പക്ഷേ കൊള്ളും, ഒരു പ്രശ്നവുമില്ല. ഇനിയിപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനിൽ അലക്കിയ തുണി അല്ലാതെ കുറച്ച് നേരം വെളിയിൽ കിടന്ന തുണിയൊക്കെയാണ് എടുത്തിടുന്നതെങ്കിൽ നമ്മൾ 90 മിനിറ്റ് വെക്കേണ്ട കാര്യമില്ല. അതിൽ കുറഞ്ഞ 40 മിനിറ്റോ 20 മിനിറ്റോ അങ്ങനെ വേണമെങ്കിലും വെക്കാം. പിന്നെ ഇത് നോബ് തിരിക്കുമ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മാത്രം തിരിക്കുക. നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ടൈം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് ഡോറ് തുറന്ന് തുണികൾ വെളിയിലോട്ട് എടുക്കാം. നമുക്ക് തുണി എടുത്ത് നോക്കാം. തുണിയെല്ലാം നല്ല വെയിലത്ത് ഉണങ്ങുമ്പോൾ നല്ല ചൂടായിട്ടിരിപ്പുണ്ട്. നല്ല ചൂടോടെയാണ് തുണികളെല്ലാം ഇരിക്കുന്നത്. നല്ല സൂപ്പറായിട്ട് എല്ലാ തുണിയും ഉണങ്ങിയിട്ടുണ്ട്. എല്ലാം പറഞ്ഞ് അലക്കിയ ശേഷം നമുക്ക് അതിൻ്റെ അകത്തൊരു ഫിൽറ്ററുണ്ട്, ആ ഡ്രമ്മിനകത്തൊരു ഫിൽറ്ററുണ്ട്. അത് 2 വിരൽ ചേർത്ത് നമുക്ക് ആ ഫിൽറ്റർ വെളിയിലോട്ട് എടുക്കാവുന്നതാണ്. എടുത്ത ശേഷം ആ ഫിൽറ്ററിൻ്റെ അത് പറ്റി പിടിച്ചിരിക്കുന്ന പൊടിയും തുണിയുടെ പൊടിയൊക്കെ കാണും. ആ പൊടിയെല്ലാം കൂടെ ഇങ്ങനെ ചേർത്തെടുത്ത് കളഞ്ഞിട്ട് തിരിച്ച് അതുപോലെ തന്നെ നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇതിപ്പോൾ ഒരു പ്രാവശ്യം അലക്കിയിട്ട് അങ്ങനെ ചെയ്യണമെന്നില്ല. 1-2 പ്രാവശ്യം അലക്കുമ്പോഴത്തേക്കും അങ്ങനെ അതോടെ നിറഞ്ഞ് കാണും. അപ്പോൾ അതങ്ങനെ എടുത്ത് കളഞ്ഞിട്ട് വീണ്ടും അതുപോലെ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് തിരിച്ച് നമുക്ക് ഡ്രമ്മിലോട്ട് ഇങ്ങനെ 2 വിരലിൽ നമ്മളതെടുത്ത് ഡ്രമ്മിൻ്റെ അവിടെ ഇട്ട് നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാവുന്നതുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ക്ലീനിങ് പ്രോസസ്സായിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ വീണ്ടും കാണാൻ വേണ്ടിയിട്ട് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ വരുന്നതാണ്. താങ്ക് യു.